സാന്ത്വനം രണ്ടാം ഭാഗം. ബാലന് ചെറുതായിട്ടൊക്കെ ബോധം വീഴുവാട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മിത്രയാണ് കയറി കാണുന്നത്. അപ്പൊ മിത്ര കാണുമ്പോൾ അധികം ബോധമൊന്നുമില്ല, ആ ഒരു ചെറിയൊരു അബോധാവസ്ഥയിൽ തന്നെയാണ്. അപ്പൊ നമ്മുടെ ബാലൻ ഫുൾ ഇങ്ങനെ പേര് പറയുന്നത് നമ്മുടെ ആര്യന്റെ പേരാട്ടോ. ആര്യൻ, എനിക്ക് ആര്യനെ കാണണം, ആര്യനെ കാണണം. കണ്ണൊന്നും തുറന്നിട്ടില്ല കേട്ടോ. അതിനുശേഷം നമ്മുടെ മിത്ര ഇങ്ങനെ പോയിട്ട് നമ്മുടെ ആര്യനോട് പറയുന്നുണ്ട്, ആര്യനെ കാണണം, അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആര്യൻ ഇങ്ങനെ കയറി കാണുന്നുണ്ട്. അപ്പോഴും അച്ഛൻ കണ്ണൊന്നും തുറക്കുന്നില്ല കേട്ടോ. അച്ഛന്റെ ആ ഒരു അബോധാവസ്ഥയിൽ തന്നെ ഇങ്ങനെ ആര്യന്റെ പേര് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആര്യൻ ഇതൊക്കെ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ആര്യൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അച്ഛന്റെ ആ ഒരു നെറ്റിയിലേക്ക് ചുംബിച്ച് ആ ഐസിയിൽ നിന്ന് പുറത്തിറങ്ങുക. അപ്പോഴും തന്നെ നമ്മുടെ ആകാശം നമ്മുടെ ധർമ്മനൊക്കെ അവിടെ എത്തും. അപ്പൊ അവരുടെ അടുത്ത് ഇങ്ങനെ നമ്മുടെ ആര്യൻ പറയും, ഞാനാണ് അച്ഛനെ രക്ഷിച്ചതെന്ന് അച്ഛൻ അറിയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനും ഇത്രയും കൂടി അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ആകാശം എന്താ പറയാ ധർമ്മനാണ് ഇപ്പൊ അവിടെ ഉള്ളത്. അപ്പൊ അവര് കയറി കാണുമ്പോൾ നമ്മുടെ ബാലന് ബോധമൊക്കെ വീണ്ടുണ്ടാകും, കണ്ണൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാലൻ പറയും, ഞാൻ പാമ്പ് കടിയേറ്റ് ഇവിടെ കിടക്കുവായിരുന്നു, ആരോ ഒരു നല്ല മനസ്സുള്ള ഒരാള് എന്നെ രക്ഷപ്പെടുത്തിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ കാലിൽ നിന്നും വിഷമൊക്കെ തൊപ്പിക്കളഞ്ഞ് വലിച്ചെടുത്ത് കളഞ്ഞ് എന്നെ ഓട്ടോയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചൊക്കെ ചെറുതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് അയാളോട് തീർത്താൽ തീരാതെ, ഈ ജീവിതത്തിൽ തീർത്താൽ തീരാത്ത കടപ്പാടാണ്. എനിക്ക് ആ മനുഷ്യനെ, ആ ഒരു വലിയ മനുഷ്യനെ കണ്ട് നന്ദി പറയണമെന്നൊക്കെ നമ്മുടെ ആകാശിനോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പക്ഷെ അത് ആര്യനാണെന്ന് നമ്മുടെ ബാലൻ തിരിച്ചറിഞ്ഞിട്ടില്ല. അതിനുശേഷം നമ്മുടെ എന്താ പറയാ ഗോമതിയുടെ വീട്ടിലേക്ക്, ഗോമതിക്കൊന്നും മനസ്സിലായിട്ടില്ല ആര്യന് പാമ്പ് കയറ്റി ആശുപത്രിയിലാണെന്ന്. ഗോമതി വിചാരിച്ചിരിക്കുന്നത് കടയിൽ തിരക്കിലാണെന്നാണ്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഗോമതി ഇങ്ങനെ, ഇത്രയും വൈകിട്ടും ബാലേട്ടനെ കാണുന്നില്ലല്ലോ, ഇനി ഞാൻ കടയിൽ പോയി നോക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് കടയിലോട്ട് ഇറങ്ങാൻ പോകുമ്പോഴാണ് നമ്മുടെ ബാലൻ ഇങ്ങനെ തിരികെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വരുന്നത്. നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, എനിക്കിങ്ങനെ പുറത്ത് എവിടെയോ വെച്ച് ഞാനിങ്ങനെ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി നിന്നപ്പോൾ എനിക്ക് പാമ്പ് കടി ഏറ്റതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഗോമതി ഭയങ്കര വാവിട്ട് അല്ലറൊക്കെ കരയുന്നുണ്ട്. പക്ഷെ ബാലന് നിലവിൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ആ ഒരു എന്താ പറയാ ഗോമതിനെ ആശ്വസിപ്പിച്ച് നൽകുന്ന ഒരു രംഗത്തിലാട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ എന്തായാലും കണ്ടു തന്നെ അറിയാട്ടോ പിന്നീട് നമ്മുടെ ബാലൻ ആര്യനാണ് തന്നെ രക്ഷിച്ചതെന്നൊക്കെ അറിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി അല്ലെ. അപ്പൊ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.